സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മേള സംഘടിപ്പിക്കുന്നത്. പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടെയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായത്. സംസ്ഥാന ചരിത്രത്തിൽ നിർണായകമായി മാറിയ ഒട്ടേറെ വികസന നേട്ടങ്ങളാണ് 4 വർഷത്തിനുള്ളിൽ 2ാം പിണറായി സർക്കാർ സ്വന്തമാക്കിയത്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ആഴത്തിൽ സ്വാധീനിച്ച ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് മേളയുടെ സംഘാടനം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേള ഇവിടെ തിരിതെളിയുകയാണ്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റോളുകൾ മേളയിലുണ്ട്. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, സെമിനാറുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമായി നടക്കും. പ്രദർശനമേള സർക്കാരിൻ്റെ ഈ 9 വർഷക്കാലത്തെ അനുഭവങ്ങളുടെ നേർസാക്ഷ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. സർക്കാരിന് വലിയ ജനപിന്തുണയാണ് എന്നുള്ളതിന് പ്രദർശനമേളകളെക്കാൾ വലിയ സാക്ഷ്യം ജനങ്ങളുടെ മുമ്പിലുണ്ടാവുകയാണ്. 21-ാം തീയതി മുതൽ ഈ വരുന്ന മെയ് 23-ാം തീയതി വരെ കേരളത്തിൽ നടന്ന പ്രദർശനമേളകളും LDFൻ്റെ റാലികളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് ജനങ്ങളോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു പോവുക എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രകടന പത്രികയാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞ കാര്യം. ഉദ്ഘാടന സമ്മേളനത്തിലും ഘോഷയാത്രയിലും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പുറമെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ആയിരക്കണക്കിന് ജനങ്ങളും പങ്കെടുത്തു. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള സമഗ്ര പദ്ധതികളോടൊപ്പം അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടം നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ നേർചിത്രങ്ങളാണ് നമുക്ക് ഈ പ്രദർശന മേളയിൽ കാണാൻ സാധിക്കുക. സർക്കാർ നടപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുടെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സഹായകരമായ ഒരു മേളയാണിത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ ഗവൺമെൻറ് സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ മേളയിൽ നടക്കുന്നുണ്ട്. മെയ് 18 മുതൽ 24 വരെ 7 ദിവസത്തോളം നടക്കുന്ന മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടക്കും. പൊതുജനങ്ങൾക്കായി ഒട്ടേറെ മത്സരങ്ങളും സമ്മാന പദ്ധതികളും എന്റെ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.